കുറെ ഉണ്ടായിരുന്നു, ഞാനതൊക്കെ എടുത്ത് വൃത്തിയാക്കി. അപ്പോഴാ അവര് പറഞ്ഞു അതൊന്നും എടുക്കണ്ട, അവിടെ കിടന്നോട്ടെ. രാത്രി ഒരു 1:30 ആകുമ്പോൾ എന്തോ പൊട്ടി തെറിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഏട്ടൻ എണീറ്റത്. എന്നിട്ട് എന്നെ വിളിച്ച് ഞങ്ങൾ പുറത്ത് ഇറങ്ങി നോക്കുമ്പോൾ ആകെ തീയും പൊക്കെയായിരുന്നു. അങ്ങനെ വണ്ടി കത്തുക. ഞങ്ങൾ വേഗം മോട്ടർ ഇട്ടിട്ട് തീ കെടുത്തി. തീ മാത്രമല്ല, വീടിൻ്റെ മുകളിലേക്കൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു തീ. ഉമ്മറത്തുള്ള കുട്ടിയുടെ ബാഗും പുസ്തകവും അങ്ങനത്തെ ഒക്കെ കത്തിപ്പോയി. പിന്നെ അപ്പോൾ തന്നെ ഏട്ടാ ആരേനും വിളിക്കുക പറയുന്നുണ്ട്. നമുക്ക് ആ നേരത്തെ ആരേനും വിളിക്കാനും പറ്റുന്നില്ല. ഞാൻ നേരെ ചവറോളം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവർ അപ്പോൾ തന്നെ വന്നു 2 ആൾ. എന്നിട്ട് ഇതൊക്കെ എടുത്ത് നോക്കിപ്പോയി. അയൽവാസികളോടൊക്കെ ചോദിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പോയി. എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി എടുത്തു. അതൊക്കെ തന്നെ ഉണ്ടായി. നമുക്ക് വ്യക്തിപരമായിട്ട് ആരെയും ഇതുവരെ ഒരു സംശയമില്ല. നമ്മളൊരാൾക്കും ശത്രുക്കളായിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ അയൽവാസിനായിട്ടൊരു അതിർത്തി തർക്കമുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പിന്നെ ഇപ്പോൾ ചന്ദ്രേട്ടൻ ഇപ്പോൾ പാർട്ടി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷനായിട്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ആൾ ഇപ്പോൾ BJPക്കായി. എന്ന് വെച്ചിട്ട് പാർട്ടിക്കാരനായിട്ടും ഇതുവരെ നമ്മൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അവർ നമ്മളോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ വേറെ ആരെയും സംശയിക്കാനും ഇല്ല. എന്തേ പറ്റിയെന്നുള്ള ഒരു ഇതുണ്ട്. അത് എന്തായാലും കണ്ടുപിടിക്കണം. സാർമാരോട് പറഞ്ഞിട്ടുണ്ട്.